ഹായ്. അപ്പോൾ എല്ലാവർക്കും ട്രേഡ് എടുക്കാൻ അറിയാം, പക്ഷെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ട്രേഡേഴ്സിനും സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോഴും എന്തിലാണ്, ലോസിലാണ്. ഓക്കെ, അതിൻ്റെ ഒക്കെ റീസൺ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾ പച്ച കത്തുമ്പോൾ എക്സൈറ്റ്മെൻറ്റും ചുവപ്പ കത്തുമ്പോൾ ഒരു പേടിയും വരുന്നുണ്ടല്ലോ. അതിൻ്റെ റീസൺ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എന്തുകൊണ്ട് എടുത്തു എന്നറിയാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവുന്നത്. ഇതാണ് സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഒരു ട്രേഡ് എടുത്തതെങ്കിൽ എൻ്റെ വിചാരം എന്താണ്, മുകളിലേക്ക് പോകുന്നതാണ്. എനിക്കറിയാം മുകളിലേക്ക് പോകുന്നു. കാരണം എന്താ, നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒക്കെ ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുത്തു. ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുത്തു. മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെന്റ്സ് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ്, ഞാൻ എവിടെ എസ് എൽ വയ്ക്കുക? ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെയാണ് എസ് എൽ വയ്ക്കുക അല്ലേ. നമ്മൾ ടാർഗറ്റ് എവിടെ വയ്ക്കും? ഇവിടം വരെ വെച്ചു. ഇവിടെ എന്തുണ്ടായി ശരിക്കും? ട്രേഡ് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടായിട്ടുള്ളത്? എസ് എൽ വന്നിട്ട് നല്ല രീതിയിൽ വന്ന് ഹിറ്റായി. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ട്രാപ്പുകളിൽ പെടാണ്ടിരിക്കണമെങ്കിൽ നമ്മൾക്ക് ട്രേഡ് എടുക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു റീസൺ വേണം. എന്തുകൊണ്ട് ട്രേഡ് എടുക്കുന്നു എന്നുള്ള റീസൺ വേണം. ഓക്കെ, ഞാൻ നോർമലി നോക്കി കാണുന്ന, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നമ്മളെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് എൻട്രി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് കണ്ണടച്ചിട്ട് അത് ഇതിപ്പോൾ മനസ്സിലായതിനു ശേഷം കണ്ണടച്ച് ഓടിപ്പോയി ട്രേഡ് എടുക്കരുത്. ഓക്കെ, അതൊന്ന് ബ്രോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെയുള്ള വന്നേക്കുന്ന മുകളിലേക്ക് പോവായിരിക്കാം, ചിലപ്പോൾ പോവാതിരിക്കാം. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, എപ്പോൾ ട്രേഡ് എടുക്കുമ്പോഴും ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കോമൺ ആയിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു SMC പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടാക്കുന്നു, വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്യുന്നു, അത് ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. മാർക്കറ്റ് ഇങ്ങനെയാണ്, സഡൻ ആണ് വരണമെങ്കിൽ സാധാരണ ഇങ്ങനെയായിരിക്കും ആൾക്കാർ വരച്ച് കാണിക്കുക നിങ്ങൾക്ക് SMCയുടെ ഒരു ഇത്. ഓക്കെ, അതായത് ഇങ്ങനെ നോർമലി കാണിക്കുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും, ഞാൻ ഇതിനു മുമ്പും ഈ ഒരു വീഡിയോ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരാളും ശ്രദ്ധിച്ചിട്ടും ഇല്ല താനും. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഈ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവുന്നത് എപ്പോഴാണ് മക്കളെ? ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ഈ ഏരിയയിൽ നടന്നിരിക്കണം. ഓക്കെ, ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഫുള്ള്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് നടന്നിരിക്കണം. ഇവിടുന്ന് മൂവ് ചെയ്യുന്നൊക്കെ ഇമ്പൾസീവ് മൂവ് ആയിരിക്കണം. ഇമ്പൾസീവ് മൂവ് എന്ന് പറഞ്ഞാൽ നല്ല പവർഫുൾ, ഇതേപോലത്തെ ക്യാൻഡിലൊക്കെ ആയിരിക്കണം, ഇതേപോലത്തെ ക്യാൻഡിലായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ്, അതായത് ഇവിടെ ലാസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിലും ഈ ഇമ്പൾസീവ് മൂവ് നടന്ന ക്യാൻഡിലും അതിന് ശേഷം ഉണ്ടായ മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ഇടയിൽ എന്ത് വേണം? ഇംബാലൻസ് വേണം, ഇംബാലൻസ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇംബാലൻസ് ഉണ്ടോ? ഉണ്ട് അല്ലേ. ഇതുപോലെ ഒരു ഇംബാലൻസ് വേണം. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കണം? മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്ന് തിരിച്ചു മാർക്കറ്റ് മുകളിലേക്കാണ് പോണത്. കാരണം മാർക്കറ്റിന് ഇവിടേക്ക് എത്തണം കേട്ടോ, ഇവിടേക്ക് എത്തണം എന്നാണ് നമ്മളെ വ്യൂ. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞാൽ, മാർക്കറ്റിന് താഴേക്ക് വന്നിട്ട് തിരിച്ചു മുകളിലേക്ക് കയറുന്ന പോലെ ഒരു സെന്റിമെന്റ് കാണിക്കും. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് എന്താണ്, മുമ്പുണ്ടായ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തായി? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, സ്ട്രക്ചർ ഒരു മാർക്കറ്റ് മൂവ്മെന്റ് നടത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഘടനനെ, അതായത് ഓരോ ഏരിയയും ബ്രേക്ക് ചെയ്ത് പോകുന്നതിനെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും. എങ്കിൽ കൂടി ബിഗിനേഴ്സിന് ഒന്നും കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. ഈ ബ്രേക്ക് ചെയ്യണ കാര്യത്തിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും വിക്ക് ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിലാണോ ഈ ഒരു സെനാരിയോ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നോക്കുന്നത്, അതേ ടൈം ഫ്രെയിമിൽ തന്നെ, ഇപ്പൊ നിങ്ങളിത് 5 മിനിറ്റിലാണ് നോക്കണമെങ്കിൽ 5 മിനിറ്റിൽ തന്നെ ആയിരിക്കണം ഇവിടെ ബ്രേക്കിംഗ് കിട്ടേണ്ടത്. ഒരിക്കലും ഈ ബ്രേക്കിംഗ് വിക്കാവരുത്. ഓക്കെ, ബ്രേക്ക് ചെയ്യുന്നത് വിക്കാവരുത്. വിക്കായി കഴിഞ്ഞാൽ കുഴപ്പം എന്താ? മാർക്കറ്റ് ഓപ്പോസിറ്റ് ആണ്. കാരണം അവിടെ നിന്ന് അത്രയും പ്രഷർ ഉള്ളതുകൊണ്ടാണ് വിക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ ഹൈയിനെ ബ്രേക്ക് ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഇവിടുത്തെ ബോഡി ആയിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ടത്. ഈ ഹൈയിനെ ഒരിക്കലും വിക്ക് വന്ന് ബ്രേക്ക് ചെയ്തിട്ട് ബോഡി ഈ ഒരു ഹൈയിന് താഴെ ഈ റേഞ്ചിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് സെന്റിമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അതിനുശേഷം ഇവിടെ ഉണ്ടാവുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതാണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയി മാറും. ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കുന്ന ടീമുകൾ SL എവിടെ ഉണ്ടാവും? ഇവിടെ ഉണ്ടാവും.
അത് കുറച്ച് ദൂരം ഒരു ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ഈ ഒരു ലെങ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ പോകും. അതായത് ഈ ഒരു ലെങ്ത് ഇവിടെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ പോയ ലെങ്ത് തിരിച്ചതിന്റെ 50% വന്നിട്ട് പോക്കും. ഇവിടെയാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുക, ഫിബൊനാച്ചി ടൂൾ നോക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെയാണ് ഫിബൊനാച്ചി ടൂൾ നോക്കുന്നത്. കണ്ടോ, അതിന്റെ ഫിബില് വന്നിട്ട് പിന്നെ തിരിച്ചു പോയി. ഇതേ റേഞ്ച് തന്നെയായിരിക്കും ഇവിടെ ടി പി വയ്ക്കുക. അപ്പൊ ഒരു ഒറ്റ കാര്യത്തിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? 2 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, ഇത് SMCയുടെ ഒരു സെറ്റപ്പ്. രണ്ടാമത്തത് ഇവിടെ ബ്രേക്ക്ഔട്ട്. എവിടെ ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ, ഇവിടെ ബ്രേക്ക്ഔട്ട് കിട്ടുമ്പോൾ ബ്രേക്ക്ഔട്ട് എൻട്രി എടുക്കാം. ഓക്കെ. രണ്ടാമത്തത് എന്താണ്, ഫിബൊനാച്ചി നോക്കുമ്പോൾ അതിന്റെ 50% വരുമ്പോൾ അതിൽ ട്രേഡ് എടുക്കാം. ഈ ഫിബൊനാച്ചി നോക്കി ട്രേഡ് എടുക്കുമ്പോഴും ഈ ബ്രേക്ക്ഔട്ട് നോക്കി ട്രേഡ് എടുക്കുമ്പോഴും കണ്ടീഷൻസ് ഉണ്ട്. SMC നോക്കുമ്പോഴും കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല, ലെങ്തി ആവും വീഡിയോ. ഓക്കെ, ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയനെ ബ്രേക്ക്ഔട്ട് നടത്തുന്ന ക്യാൻഡിൽ എപ്പോഴും 10% അല്ലെങ്കിൽ 20% മാത്രമേ മുകളിലേക്ക്, അതായത് ഈ ഒരു ഏരിയയുടെ മുകളിലേക്ക് ബോഡി ക്ലോസിങ് വരാൻ പാടുള്ളൂ. 40%ഓ 50% എബോക്കെ ഇതിന്റെ മുകളിലേക്ക് ബോഡി ക്ലോസിങ് വന്നാൽ നേരെ റിവേഴ്സിൽ വരും, സ്പോട്ടിൽ വരും. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള മാർക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഇതിന്റെ ഒരു 10% മാത്രം ബ്രേക്ക്ഔട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ ബ്രേക്ക്ഔട്ട് നടത്തുമ്പോൾ ഒരു കണ്ടീഷൻ എന്നുള്ളത് സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഏരിയനെ ബ്രേക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടായിരിക്കണം ഈ ഒരു ഏരിയനെ ശരിക്കും ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ ശരിക്കും ഇതിന്റെ താഴെയാണ് വന്നിട്ടുള്ളത്, ബ്രേക്ക് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഒരു ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തത്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണെന്ന് നോക്കിയാൽ എക്സാമ്പിളിലൂടെയാണ് പറഞ്ഞു തരണേ കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് ചെയ്യണേ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ നോക്കിയാൽ 50% എബോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുത്തിട്ട് ചിലപ്പോൾ ഇതിന്റെ എവിടെയോ അല്ലെങ്കിൽ ഈ റേഞ്ചിലൊക്കെ SL വെച്ച ടീമുകളുണ്ടോ, ഇതൊന്ന് താഴേക്കൊന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ SL വെച്ച ടീമുണ്ടോ, ചിലപ്പോൾ ഇതിന്റെ തൊട്ട് താഴെ SL വയ്ക്കും. ഓക്കെ. ഇവിടെയൊക്കെ SL വെക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീമിയത്തിൽ ഹൈ ആയിരിക്കും, അതായത് 40 പോയിന്റ് 50 പോയിന്റിന് അടുത്ത് SL വരും. ഓക്കെ. ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ SL വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബ്രേക്ക്ഔട്ട് എൻട്രി ഉണ്ടല്ലോ, ഈ ബ്രേക്ക്ഔട്ട് എൻട്രി ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. 50% എബോ മുകളിലാണെങ്കിൽ ഫെയിൽ ആവും. കാരണം അതിൽ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴേക്ക് വന്നിട്ട് പിന്നെ അഗെയിൻ ആയിരിക്കും തിരിച്ച് പോവില്ല എന്നൊന്നും പറയുന്നില്ല, പോകുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മനസ്സിലാവാത്തത് ഒന്നും കൂടി റീപ്ലേ ചെയ്ത് കേൾക്കുക, എന്നിട്ട് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ചാർട്ടിൽ കേട്ടോ. ഓക്കെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഫിബൊനാച്ചി ആണ്. ഇവിടെ നിന്ന് ഒരു ഹൈ പോയി അതിന്റെ 50% മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. കണ്ടീഷൻ എന്താണ് മക്കളെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഫിബ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഫിബ് എടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ഫിബ് എടുത്തു. ഫിബ് എടുക്കുമ്പോൾ ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ വരച്ചു, പക്ഷെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല, ഈ ഒരു 3 ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വന്നാലും മാത്രമേ കൂടെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണ്, അൺവാണ്ടഡ് ട്രേഡാണ്, ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ നമ്മളിവിടെ വേറെ മെത്തേഡ് ഉപയോഗിക്കണം. വേറെ മെത്തേഡ് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക്ഔട്ട് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഔട്ട് എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബ്രേക്ക്ഔട്ട് എൻട്രി എടുക്കണമെങ്കിൽ എന്തായിരിക്കണം, ഈ പറഞ്ഞ കണ്ടീഷനിൽ വാലിഡ് ആവണം, ഇല്ലെങ്കിൽ എന്താ ഇത് ഫെയിലും. അപ്പോൾ ആ ബ്രേക്ക്ഔട്ട് എൻട്രി ഫെയിലായി, ഈ ഫിബൊനാച്ചിയും ഫെയിലായി. അപ്പോൾ ആ 2 സെറ്റപ്പ് നമുക്കിവിടെ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. അത് രണ്ടും എന്താണ്, ഫെയിലായി. ഓക്കെ. അപ്പോൾ ഇനി ആകെയുള്ള നമുക്ക് SMC ആണ് നമ്മൾ നോക്കുന്നത്. SMC നമുക്ക് എന്തൊക്കെ വേണം, ഇമ്പൾസീവ് മൂവ് വേണം, ഒരു ഇൻഡ്യൂസ്മെന്റ് വേണം, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വേണം. അത് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്ത് എന്താണ്, ബോഡി ബ്രേക്കിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്, ആണോ അല്ലേ? ഇത് ബോഡി ബ്രേക്കിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്, ഇതാണ് ഇൻഡ്യൂസ്മെന്റ്, ആണോ അല്ലേ? ഇൻഡ്യൂസ്മെന്റ് ആണ് അല്ലേ? ഇവിടുന്ന് പ്രഷർ ചെയ്ത് പോകുന്നുള്ള ഒരു സെന്റിമെന്റ് കാണിച്ചു, മാർക്കറ്റ് തിരിച്ചു വന്നു അല്ലെ. ഇമ്പൾസീവ് മൂവ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഇമ്പൾസീവ് മൂവിന് ശേഷം ഇതിനു മുമ്പ് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? ഉണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ് ശരിക്കും കേട്ടോ. ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറും. കാരണം വെച്ചാൽ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിലാണിത്, ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ. പക്ഷെ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരാണ്ടാണല്ലോ ബ്രോ മാർക്കറ്റ് പോയെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എൻട്രി എടുക്കണ്ട,
ഓക്കെ, നമ്മൾ എൻട്രി എടുക്കണ്ട. കാരണം ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വരാണ്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് പിന്നെയും തിരിച്ച് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ICT അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് പ്രകാരം വേണമെങ്കിൽ ഇവിടെ എൻട്രി ഒക്കെ നോക്കാം. പക്ഷെ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതൊന്നും എപ്പോഴും വർക്കൊന്നും ചെയ്യില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളും വർക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കേസ് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തില്ലെങ്കിൽ ട്രേഡ് എടുക്കണ്ട, വിട്ട് കളയാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി കൂടുതൽ ആൾക്കാർ വന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, അപ്പൊ ഇത് ഹൈ ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രഷർ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് ഓർഡർ ബ്ലോക്ക്. ഇതാണ് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറിയിട്ടുള്ളത്. പിറ്റേ ദിവസമാണെന്ന് മാത്രം മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പ്രോസസ്സ് മാത്രം നോക്കിയാൽ പ്രോഫിറ്റ് മറ്റു കാര്യങ്ങളൊന്നും നോക്കണ്ട, പ്രോസസ്സ് മാത്രം നോക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെയാണെന്ന് നോക്കുക. കറക്റ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു, ഓപ്പൺ ആയി ഈ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോയി ഇതിന്റെ ഹൈ എടുത്തു ഇല്ലേ. ഓക്കെ, ഇനി ഞാനിവിടെ പറഞ്ഞു തന്നതിൽ ഒരു തിരുത്തുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാട്ടാ. ഒരു തിരുത്തുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് എല്ലാവരും ചാർട്ടിൽ കാണിക്കും ഇങ്ങനെയാണ് SMC വന്നിട്ട് ഇങ്ങനെ പോയി എന്നൊക്കെ. ഇവിടെ പലരും പറഞ്ഞു തരാത്ത ഹൈഡ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകുന്നതായിരിക്കാം. ഇങ്ങോട്ട് മാർക്കറ്റ് ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഹൈയിൽ നിന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കാൻ വരുന്ന ലോയിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ബെയറിഷ് മൂവ്മെന്റ്, അതെപ്പോഴും എന്തായിരിക്കണം മക്കളെ, വീക്ക് ട്രെൻഡ് ആയിരിക്കണം. പ്രൈസ് ആക്ഷൻ നടന്നിരിക്കണം അവിടെ. ഓക്കെ, ഇങ്ങനെ കുറച്ച് ലിക്വിഡിറ്റീസ്, പെൻഡിങ് ലിക്വിഡിറ്റീസ് ഹൈയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, ട്രെൻഡ് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ട്രെൻഡ് കിട്ടും. ഈ ട്രെൻഡ് വരുമ്പോൾ മാത്രമായിരിക്കും കൂടുതലും മാർക്കറ്റ് ഇമ്പൾസീവ് മൂവ്, അതായത് തിരിച്ച് ഈ ഓർഡർ ബ്ലോക്കിൽ നല്ല പ്രഷറോട് കൂടി മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് മാർക്കറ്റ് വന്നിട്ട്, ഞാൻ പറയുന്ന പോലെ ഡയറക്റ്റ് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ വന്ന് ബോഡി ക്ലോസിങ് കിട്ടിയെന്ന് വിചാരിക്കുക. സ്ട്രോങ് ക്യാൻഡിൽ വന്ന് ബോഡി ക്ലോസിങ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അതേ റേഞ്ചിൽ, അതായത് ഇവിടെ ഇംബാലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഇംബാലൻസ് ഉള്ള സ്ട്രോങ് ക്യാൻഡിലിന്റെ താഴെയാണ് ഇവിടെ ബോഡി ക്ലോസിങ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും അറിയോ, ഇവിടെ നിന്ന് നേരെ മാർക്കറ്റ് താഴേക്ക് പൊട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് സെന്റിമെന്റ് മാറും. അപ്പൊ ഇത് സെന്റിമെന്റ് എങ്ങനെ മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഈ ലോ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്കർ ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ക്യാൻഡിലും വന്നായിരിക്കും മുകളിലേക്ക് പോയിന്റ് ആവുക. അപ്പൊ ഇവിടെ എന്താവും, ബ്രേക്കർ ബ്ലോക്കായി മാറും. അപ്പൊ അത് എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് നേരെ താഴേക്ക് വരും. അപ്പോൾ ഇതൊരു ഫേക്ക് മൂവ്മെന്റ്സ് ആയിട്ട് കാണിക്കും. ഈ സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മൾ മാർക്കറ്റിൽ കണ്ട കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ പറയണത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു SMC ട്രേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന്. അതിലൊരു ഞാൻ പറഞ്ഞല്ലോ 17 പോയിന്റ് പോയി, അതിന് ശേഷം ഒരു 22 പോയിന്റ് പോയി. ആ 2 പോയിന്റ് ഞാൻ പറഞ്ഞു ചെറിയ മൂവ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാട്ടോ, നിങ്ങൾക്കിത് പറയുമ്പോൾ മനസ്സിലാവില്ല. ഇവിടെ നോക്കിയാൽ നൈസായിട്ട് മനസ്സിലാവും. ഈ എൻട്രിയാണ് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓർഡർ ബ്ലോക്ക്, ഇത് എന്താണ്, ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇൻഡ്യൂസ്മെന്റ് വേണം. ഇൻഡ്യൂസ്മെന്റ് എവിടെയാ, ഇതാണ് നമുക്ക് വരുന്ന ഇൻഡ്യൂസ്മെന്റ്. ഓക്കെ, ഇപ്പൊ 2 കണ്ടീഷനായി അല്ലേ. അതുപോലെ തന്നെ ഇംബാലൻസ് ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇംബാലൻസ് ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ 3ാമത്തെ കണ്ടീഷനായി. 4ാമത്തെ കണ്ടീഷൻ എന്താണ്, ബ്രേക്കോ സ്ട്രക്ചർ കിട്ടണം. ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുന്ന ക്യാൻഡിൽ എന്തായിരിക്കണം, ബോഡി ബ്രേക്കിംഗ് ആയിരിക്കണം. ബോഡി ബ്രേക്കിംഗ് കൂടെ കിട്ടിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് 5ാമത്തെ കണ്ടീഷൻ എന്താണ്, നമുക്ക് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, ആ ക്രിയേറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയായിരിക്കണം, ട്രെൻഡ് വൈസ് ആയിരിക്കണം വരേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇങ്ങോട്ട് വരുന്ന ട്രെൻഡുകളെ ചില നേരത്ത് കട്ട് ചെയ്ത് മൂടി, അതായത് ഇവിടെ കണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്കൊന്ന്, കട്ട് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്കൊന്ന്, ഇങ്ങനെയാണ് വരണേ. ഓക്കെ, അപ്പൊ അതായത് സെല്ലേഴ്സ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തിട്ടാണ് വരണേ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും പ്രഷർ കാണിച്ച് പോയിട്ട് പിന്നെ ഈ റേഞ്ചിൽ എത്തിയപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യണേ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കൺസോൾട്ടേഷൻ ആണ് നടക്കണേ. ഈ റേഞ്ചിൽ എന്താ നടക്കണേ, കൺസോൾട്ടേഷൻ ആണ് നടക്കണേ.
അപ്പോൾ ഈ കൺസോൾട്ടേഷൻ നമ്മളൊന്ന് കൂട്ടി വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ഇതെന്താണ്? ബ്രേക്കർ ബ്ലോക്കാണ്. മനസ്സിലായില്ലേ? മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി ബ്രേക്കർ ബ്ലോക്കിലേക്ക് വന്ന് സസ്റ്റെയിൻ ചെയ്തു. ഈ ഒരു ഏരിയനെ, ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിനെ മൊത്തത്തിൽ എൻഗൾഫ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്താണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ താഴേക്ക് വീണു. കുറച്ച് നിന്നിട്ട് വീണ്ടും അതേ റേഞ്ചിലേക്ക്. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പോയി മാർക്കറ്റിൽ പറയുമ്പോൾ വലിയ ഇതുണ്ടായിരിക്കില്ല. ഓക്കെ, ഇതിൻ്റെ ഹൈ ഉണ്ടല്ലോ, ഇത് ഹൈയിൽ എന്തുണ്ടാവും? ലിക്വിഡിറ്റി ഉണ്ടാവും. അതായത് മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തന്നു, ഇവിടെ വന്നിട്ട് അപ്പം ഇവിടെ വരുന്ന പറയുമ്പോൾ ഈ ട്രേഡ് കറക്റ്റ് ഇതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ എന്തുണ്ട് മക്കളെ? ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ട് അല്ലേ? ആ ഇംബാലൻസിൽ വന്നു, ആ ഇംബാലൻസിന് താഴെ ബോഡി ക്ലോസിങ് കിട്ടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ട്രേഡ് എടുത്ത ടീമുകൾ ഇവിടെ SL വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ SL വെച്ചിട്ട് എന്ത് ചെയ്യും? ചിലർ ഇവിടം വരെ TP വയ്ക്കും, ചിലർ ഇതിൻ്റെ ലോ വരെ TP വയ്ക്കും. ചില ടീമുകളുണ്ടാവും ഈ ലോ വരെ TP വയ്ക്കും, അല്ലെങ്കിൽ ഇവിടം വരെ TP വയ്ക്കും. അപ്പോൾ വലിയ വലിയ ടീമുകൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് കിട്ടാൻ വേണ്ടി ഇവിടം വരെയൊക്കെ ലോ വരെയൊക്കെ TP വയ്ക്കുന്ന ടീമുകളുണ്ടാവും. അപ്പോൾ അവരുടെ SL ഒട്ടുമിക്കവരെ SL ഇതിൻ്റെയൊക്കെ മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ആ ലിക്വിഡിറ്റികൾ വന്നിട്ട് ഇതും കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെയും സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഹൈയും സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് കാണിച്ചിട്ടുള്ളത്? ഒരു ഹാമർ ക്യാൻഡിൽ, ബെയറിഷ് ഹാമർ ക്യാൻഡിൽ വന്നു, സ്ട്രോങ് ആയിട്ട് വന്നു അല്ലേ? അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോവാം. നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്ന എപ്പോഴാണ്? ഇവിടെ ഞാനാണ് എൻട്രി എടുക്കണമെങ്കിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയനെ എപ്പോഴാണ് ഒരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണത് അപ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 50% എബോ ബ്രേക്കിംഗ് കിട്ടിയാൽ എടുക്കരുത്. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുക തന്നെ വേണം. ഇവിടെ 50% എബോ ആണ് താഴേക്ക് ബ്രേക്ക് ചെയ്തത്, അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. മാർക്കറ്റ് നേരെ താഴേക്ക് ഇങ്ങനെ ബെയറിഷ് ആകുമ്പോൾ നമുക്ക് ചില പാർട്ടി കൂടിയിട്ടൊക്കെ ട്രേഡ് എടുക്കാൻ തോന്നും, പക്ഷെ എടുക്കരുത്, വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ നമ്മൾ നോക്കി കാണേണ്ട ഒരു കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ ബ്രേക്ക് ഔട്ട് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 മിനിറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. ഇത് 1 മിനിറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ഈ ഒരു 5 മിനിറ്റിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. 5 മിനിറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഡികൾ മാത്രം കണക്ട് ചെയ്യുക. ക്യാൻഡിലുകളെ ബോഡികൾ മാത്രം കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ബോഡികൾ ഞാൻ കണക്ട് ചെയ്താൽ ഈ റേഞ്ചിൽ നിന്ന് കുറേ പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്, ഇവിടെ കുറേ പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഏരിയനെ നോക്കിയേ, ഒരു 10% അല്ല ബ്രേക്ക് ഔട്ട് കിട്ടിയത് അല്ലേ? അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുത്തുകൂടെ ശരിക്കും താഴേക്ക്? പറയുമ്പോൾ പോസിബിൾ ആണെന്ന് തോന്നും, പക്ഷെ നടക്കും. ഞാൻ ഇതേ സെയിം എൻട്രി നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ട് ആൾക്ക് 7,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാനത് ഷോ ഓഫോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, നമുക്ക് SL ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. ഓക്കെ, മാക്സിമം ഇതിൻ്റെ മുകളിൽ വയ്ക്കാം നമ്മൾ. കാരണം വെച്ചാൽ ഈ ഒരു ഏരിയനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒറ്റ ക്യാൻഡിൽ ഇതാ. ഇതിന് മുകളിലേക്കും അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുള്ളൂ. കാരണം ഇതൊക്കെ പെൻഡിങ്ങിൽ കൂടിയിട്ടാണ്. അപ്പം മാക്സിമം ഇത്ര റിസ്ക് എടുക്കാൻ പാടുള്ളൂ. കറക്റ്റ് മാർക്കറ്റ് വന്ന് വീണിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടം വരെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലൈനുകൾ ഇടുന്നതിന് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ലൈൻ ഇടുന്നതിന് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മുമ്പ് കുറേ പ്രാവശ്യം സസ്റ്റെയിൻ ചെയ്തു, പിന്നെ ആ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് കിട്ടി, 10% ബ്രേക്ക് ഔട്ട് താഴേക്ക് കിട്ടി, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് വീണു, തിരിച്ച് ഇതേ റേഞ്ചിലേക്ക് പ്രഷർ ചെയ്തു, പോകാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഓപ്പൺ ആയി, ഇതിൻ്റെ മുകളിലേക്കും താഴേക്കും കുറേ നേരം സസ്റ്റെയിൻ ചെയ്തു, പിന്നെ അതിൻ്റെ താഴെയാണ് കൂടുതൽ പ്രഷർ കാണിച്ചത്, അപ്പം വീണ്ടും താഴേക്ക് വന്നു, തിരിച്ച് ഇതേ ഏരിയ ബ്രേക്ക് ചെയ്ത് നോക്കി, ഫുള്ള് വിക്ക് മാത്രം വന്നു. ഇവിടെ ഒരു ബ്രേക്കിംഗ് കിട്ടി, പക്ഷേ 50%, അതായത് 30-40% ആണ് ബ്രേക്കിംഗ് കിട്ടിയത്. അപ്പോൾ അത് ഫെയിലാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തിരിച്ചു വന്നു, തിരിച്ച് ഇവിടെ നൈസായിട്ട് ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടി. വേണമെങ്കിൽ ഈ ഹൈ വരെ ഹോൾഡ് ചെയ്യാം. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടം വരെ പോയിട്ടുണ്ട്, തിരിച്ച് വീണ്ടും താഴേക്ക് വന്നു, പിന്നെ അതിന് മുകളിൽ പിന്നെ ഗ്യാപ്പ് അപ്പാണ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് വലിയ ടൈം ഫ്രെയിമിൽ 45 മിനിറ്റിലേക്ക് കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു എന്തുകൊണ്ടാണ് ഈ ലെവലൊക്കെ വരയ്ക്കണേന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫിബൊനാച്ചി വെച്ചിട്ടൊക്കെ ട്രേഡ് എടുക്കാം കേട്ടോ. ഫിബൊനാച്ചി ടൂളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുത്താൽ നല്ല എൻട്രികളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൂളിൻ്റെ സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേണമെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടതെന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് 0 ആണ്, 0.79 ആണ്,
0.61 ആണ്, ഇതിൽ 1 ആണ്, 0.705 ആണ്. ഇപ്പോൾ ഇവിടെ -1 -2 -3.62. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ലെവൽസ് എന്നുള്ളത് പേഴ്സൻറ്റേജിലേക്ക് വാല്യൂ മാറ്റി പേഴ്സൻറ്റേജിലേക്ക് ആക്കാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ബിഗിനേഴ്സിന് ഡൗട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു കളർ വന്ന് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇവിടെ ഒരു കളർ വരും. കണ്ടോ, ഈ കളർ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കളയാം. അപ്പോൾ അത് പൊക്കോളും. ഓക്കെ, ഇങ്ങനെ ഈ ഫിബിനോക്കി നോക്കി ട്രേഡ് എടുക്കുന്ന കുറേ ടീമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ലിസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് വലിയ ടൈം ഫ്രെയിമിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി വാലിഡ് ആയിട്ട് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ SMCയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ലെങ്ത് വീഡിയോ ഇട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് കുറേ പേര് ലൈവിൽ വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ 10 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കൊക്കെ വേണ്ടിയിട്ട് ലൈവ് വന്നിട്ട് എന്താ കാര്യം, സമയം വെറുതെ പോവുക അല്ലേ. അപ്പോൾ കുറച്ചധികം പേരുണ്ടെങ്കിൽ ലൈവിൽ വരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഓക്കെ, വന്നാൽ നിങ്ങൾക്ക് ഉപകാരം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഫിബിനോക്കി വരയ്ക്കുന്നത് കേട്ടോ. മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ട് ഇവിടം വരെയൊക്കെ മാർക്കറ്റ് നിന്നു വിചാരിക്കുക. അപ്പോൾ ഇവിടത്തെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ലോയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫിബിനോക്കി നമ്മൾ വരയ്ക്കാം. ഓക്കെ, ഫിബിനോക്കി ഞാൻ വരച്ചു. എനിക്ക് ഈ ലോയും കിട്ടിയിട്ടുണ്ട്, ഈ ഹൈയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ലോയും കിട്ടിയിട്ടുണ്ട്, ഈ ഹൈയും കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫിബിനോക്കി വരയ്ക്കുന്നത്. ഫിബിനോക്കി വരയ്ക്കുമ്പോൾ എന്താണ് മക്കളെ, ഈ ഒരു ബ്രൗൺ നിറം കണ്ടോ, ഈ ഒരു ബ്ലാക്ക് പോലെ, അത് മാത്രമായിരിക്കണം നമ്മൾ ഹൈയും ലോയും മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എപ്പോഴാണോ ഇതിൻ്റെ ഈ ഒരു 3 ലൈൻസിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വരുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, കണ്ടീഷൻ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പിംഗ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം ഒരു കണ്ടീഷൻ. നോർമലി ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ ട്രേഡ് എടുക്കുന്ന ടീമുകളുണ്ട് ഈ സെൻറ്റർ പോർഷനിലൊക്കെ. ഞാൻ പറയുന്നത് ഒരു ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിങ്ങോ കഴിഞ്ഞതിന് ശേഷം ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അതെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ കാണുന്ന ഈ ക്യാൻഡലുകളെ മൊത്തത്തിൽ എൻഗൾഫ് ചെയ്തിട്ടുള്ളത് ഈ ഒരൊറ്റ ക്യാൻഡിൽ, ഇവിടെ ഉള്ള ഒറ്റ ക്യാൻഡിലാണ് ഈ ഒരു നീല ക്യാൻഡിൽ. ഈ ലൈനിന് നേരെയുള്ള നീല ക്യാൻഡിലാണ് എന്നിട്ടുള്ള എൻഗൾഫ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, ഇവിടെ ഉള്ള ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. എവിടെ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് ട്രേഡ് എടുത്താൽ, നമ്മൾ ഈ റേഞ്ചിന് ട്രേഡ് എടുത്തിട്ട് അതിന് തൊട്ട് താഴെ തന്നെ SL വയ്ക്കാം. ഓക്കെ, നമുക്ക് എവിടം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ഇവിടം വരെയാണോ, അല്ല, നമുക്ക് ഈ ഹൈയും കൂടാതെ ധൈര്യവും വേണം കേട്ടോ. ട്രേഡ് എടുത്താൽ മാത്രം പോരാ, ഇത് വലിയ ടൈം ഫ്രെയിമാണ് പറയണേ. നമുക്ക് ഈ ഹൈ വരെ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഈ ഹൈ വരെ വയ്ക്കാം. മാർക്കറ്റ് പോവും, പക്ഷെ ഇത് കൺസോൾട്ടേഷൻസ് കുറേ നടന്നുകൊണ്ടാണ് ഇങ്ങനെ നടക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് 15 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരണേ. നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഈ ഹൈ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹൈ വരെ ഹോൾഡ് ചെയ്യാം, മേടിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടീഷൻസ് ഒക്കെ എന്തായിരിക്കണം എന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂ ഉണ്ടായിരിക്കണം. അതായത് ഞാനിവിടെ വെറുതെ പറയുന്നതല്ലത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ഈ റേഞ്ച് വരെ ഈ റേഞ്ച് കൂട്ടിയാൽ മതി. ഈ റേഞ്ച് വരെ ഒരു മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് ഉണ്ടല്ലോ. അതെവിടെയാണ് ബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, താഴേക്ക് വന്നു, മുകളിലേക്ക് വന്നു, താഴേക്ക് വന്നു, മുകളിലേക്ക് വന്നു, ഇങ്ങനെ ഒരു റേഞ്ച്. ഇപ്പം ഈ ഒരു റേഞ്ച് നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് കൂട്ടിയാൽ മതി. ഇത് എന്തുകൊണ്ട് ഇത് കൂട്ടിയാൽ മതി എന്ന് പറയണേ, ഈ റേഞ്ച് ഉണ്ട്, ഈ റേഞ്ച് ഒരു എന്താണ്, റെസിസ്റ്റൻസാണ്. ഈ റേഞ്ച് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസാണ്. മനസ്സിലായി? സപ്പോർട്ട് എവിടെയാണ് വരുന്നത്, സപ്പോർട്ടിൻ്റെ താഴെ ബോഡി മാത്രം എടുത്താൽ മതി. ഏതെങ്കിലും ഒരു ബോഡി നിങ്ങൾ മാർക്ക് ചെയ്യുക, ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് ഇത്രയും കാലം മാർക്കറ്റ് നിന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ ലോ സ്വീപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ പ്രഷർ ചെയ്ത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോ ഇവിടെ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടം വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് മുമ്പ് സെല്ലിങ് നടന്ന അതേ റേഞ്ചിൽ വന്നിട്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് പ്രഷർ ചെയ്ത് വരാം. ഇവിടെ പ്രഷർ ചെയ്ത് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹൈയിനെ, അതായത് ഇവിടുത്തെ ഈ ബ്ലൂ ക്യാൻഡിലിൻ്റെ ഹൈയിനെ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ, അതായത് റെഡ് ക്യാൻഡിൽ എടുക്കാണ്ടാണ് വരണേ. അതുപോലെ തന്നെ ഈ ഹൈയിനെ പെൻഡിങ് നിർത്തിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ പെൻഡിങ് നിർത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഹൈയും എന്തായി ഡബിൾ ടോപ്പമായി. ഓക്കെ, ആ ഡബിൾ ടോപ്പം എടുക്കാനായിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് തിരിച്ചു വരും. സോറി കേട്ടോ, ആണോ ഈ ഡബിൾ ടോപ്പ് എടുക്കാൻ മാർക്കറ്റ് വരും. വന്നിട്ടുണ്ടോ ഇല്ലേ? അതേ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നു, പിന്നെ അല്ലേ കൺസോൾട്ടേഷൻ നടന്നിട്ടുള്ളത്. ഇതാണ് ഫിബൊനാച്ചി നോക്കിയെടുക്കുമ്പോഴുള്ള ഗുണം. പക്ഷെ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. പിന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ചാടി ട്രേഡ് എടുക്കരുത്. പഠിക്കുക, എപ്പോഴും പഠിക്കുക. ഞാൻ പറഞ്ഞു പച്ച കത്തുന്നതിലല്ല കാര്യം, ഈ ഒരു പ്രോസസ്സ് പഠിക്കുന്നതിലാണ് കാര്യം. പിന്നെ ഇവിടെ ഒക്കെ എനിക്ക് എൻ്റെതായ കോർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എനിക്കൊക്കെ എൻട്രി ഇവിടെ നിന്ന് വരും. ഇതൊക്കെ എൻ്റെ സെറ്റപ്പിൽ വരുന്നതാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ നിന്ന് എൻട്രി വരും എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ടൈം ഫ്രെയിം മാറ്റിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ തൊട്ട് നമുക്ക് ഈ ഒറ്റ ദിവസത്തെ ഈ ഒരു ഹൈ വരെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഹോൾഡ് ചെയ്യാൻ ധൈര്യം ക്യാപിറ്റലുള്ളവർ മാത്രം ഇവിടം വരെ ഹോൾഡ് ചെയ്യാനും ഞാൻ പറയാറുണ്ട്. ഓക്കെ, അത് പ്രകാരം നമ്മൾ സ്റ്റുഡൻസിന് ട്രേഡ് എടുത്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട് മോർണിംഗിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് ഒരു റീസൺ വേണം. എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ റീസൺ വേണം. ഓക്കെ, ഒരു കാരണം ഇല്ലാണ്ട് ട്രേഡ് എടുത്താൽ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ഓക്കെ, എപ്പോഴും ആലോചിക്കുക. അപ്പോൾ